ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതിയ വാർത്ത അങ്ങേ സംബന്ധിച്ച് വലിയൊരു ആശ്വാസവും സന്തോഷം നൽകുന്നതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 5-8 വർഷമായിട്ട് NSSന്റെ പടിക്ക് കയറാറില്ലല്ലോ അന്നത്തെ പക്ഷെ. അപ്പൊ വീണ്ടും മുഖ്യ പ്രഭാഷണത്തിന് വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു 8 വർഷത്തിന് ശേഷമുണ്ടായ മാറ്റത്തിന്റെ കാരണം? അല്ല, NSSന്റെ മന്ദശതാബ്ദി സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സന്തോഷമാണ് ഉള്ളത്. അന്നത്തെ വിഷയം എന്തായാലും സത്യത്തിൽ ആ ഒരു 8 വർഷം സാധാരണ NSSന്റെ ആസ്ഥാനം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ 2001 പക്ഷെ അതിനുശേഷം 8 വർഷം ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അകൽച്ച ഉണ്ടാവാൻ കാരണം? അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇപ്പോൾ ആ ചടങ്ങിന് വിളിച്ചിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മന്നത്ത് പത്മനാഭന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പാച്ച് ചെയ്തത്? ശരി, അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാനില്ല. സുരേഷ് ഗോപി ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് കയറുന്നത്. കൂടുതൽ സ്വീകാര്യനായ സുരേഷ് ഗോപി ഇല്ലായിരുന്നു. അല്ല, ഒരു തവണ സുരേഷ് ഗോപി ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയാണല്ലോ ഇവിടുത്തെ, ഒരു നായർ സമാജത്തിലൂടെയാണല്ലോ. എങ്ങനെയാണ് ആ ഒരു അകൽച്ചയിൽ നിന്നുള്ളൊരു തിരുത്തുണ്ടാവാനുള്ള കാരണം എന്താ പറഞ്ഞു? ഏതായാലും എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അങ്ങ് ആഭ്യന്തരമന്ത്രി ആകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അന്ന് നിരവധി പരസ്യമായി പ്രസ്താവന ഉണ്ടായി. കോൺഗ്രസിനകത്ത് തന്നെ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായി. അതൊരു താക്കോൽ സ്ഥാനത്ത് ഒരാൾ വരണം എന്ന് വരെ പറഞ്ഞ് പരസ്യമായ ഒരു നിലപാട് എടുത്തതിന് ശേഷം ഒരു അകലാനുണ്ടായ സാഹചര്യം, ആ അകൽച്ച മാറാനുണ്ടായ സാഹചര്യം എന്താ? അല്ല, ഞാൻ അതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഏതായാലും എന്നെ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. പഴയ അന്തരീക്ഷത്തിലേക്ക് എത്തൂലേ? മുൻപ് NSSുമായിട്ടുണ്ടായ അന്തരീക്ഷത്തിലേക്ക് എത്തും. അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർക്കെതിരായി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നടത്തിയ വളരെ മോശമായ പരാമർശമാണ്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കടുത്ത വാക്കുകളാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ. ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. പൂരം വിവാദത്തിൽ സുപ്രീം കോടതിയുടെ വിധി ഉൾപ്പെടെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്.